IELTS പരീക്ഷ എഴുതാൻ പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ടാവും. എങ്ങനെ ഈ പരീക്ഷയിൽ ആദ്യ പ്രാവശ്യം തന്നെ ബാൻഡ് സ്കോർ നേടാം? ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ സാധാരണ IELTS പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകുന്ന 20 ടിപ്പുകൾ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിൽ ചിലത് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും ആദ്യമായി തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും ഇത്. Before I start, I personally want to thank you for being here with me and learning from me. Thank you for finding me. If you don't know me, you're for the first time, my name is Pradeep Hariharan. I'm a Cambridge certified IELTS trainer, and I also have a coaching program which is known as IELTS in 45 days. So let's start the class. അപ്പോൾ ആദ്യം ലിസണിങ് ടെസ്റ്റാണ്, നിങ്ങൾക്കറിയാലോ. അതിലെ 5 ടിപ്സാണ് ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളോട് ഇത് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ലിസണിങ്ങിന് പൊതുവിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഉണ്ട്. ഒരു 11 മുതൽ 14 ടൈപ്പ് ക്വസ്റ്റ്യൻ പാറ്റേൺസ്. സത്യം പറഞ്ഞാൽ അതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നറിഞ്ഞാൽ അതിനുത്തരം കണ്ടുപിടിക്കാനും എഴുതാനും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ബിഫോർ യു സ്റ്റാർട്ട് പ്രിപ്പയറിങ്, ഗോ ത്രൂ എ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജ് 18 ആണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ അത് കിട്ടും. അത് സംഘടിപ്പിച്ച് അതിലെ ഒരു ടെസ്റ്റ് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാൻഡ് സ്കോർ കിട്ടുള്ളൂ. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഇതിൽ വരുന്നത് മൾട്ടിപ്പിൾ ആക്സെൻറ്റുകളാണ്. പ്രധാനമായും 4 ആക്സെൻറ്റുകളാണ് വരുന്നത്. ഒന്ന് ദ UK ആക്സെൻറ്റ്, ദെൻ ദ US ആക്സെൻറ്റ്, then the Australian, and you can also listen to some South African accent coming. അപ്പോൾ ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ മലയാളം തന്നെ ഓരോ ജില്ലയിലുള്ള ആളുകൾ സംസാരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അതിനെയാണ് നമ്മൾ ആക്സെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പരിചയം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു ലേൺ ആക്സെൻറ്റ് ഈസ് ബൈ ലിസണിങ് ടു ന്യൂസ് ചാനൽസ്. ദിവസം ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ ഈ ന്യൂസ് ചാനൽസ് കേട്ട് എന്താണ് അവർ പറയുന്നത്, അത് നമ്മൾ ആ സബ് ടൈറ്റിൽസ് ഓൺ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ യു ക്യാൻ റീഡ് ഇറ്റ് ആൻഡ് ലിസൺ ടു ഇറ്റ്. അതിന് ABC ന്യൂസ് ഓസ്ട്രേലിയ ഈസ് ഗുഡ് ഫോർ ദി ഓസ്ട്രേലിയൻ ആക്സെൻറ്റ്, സൗത്ത് ആഫ്രിക്കൻ ഇംഗ്ലീഷ് ചാനൽ ഈസ് ഗുഡ് ഫോർ സൗത്ത് ആഫ്രിക്കൻ ആക്സെൻറ്റ്, BBC ഈസ് ഗുഡ് ഫോർ ദ UK ആക്സെൻറ്റ് ആൻഡ് CNN. ഇത് നമ്മൾ കുറച്ചൊന്ന് കേൾക്കുന്ന നന്നായിരിക്കും. കാരണം അവിടെ പോയി നാളെ സെറ്റിൽ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, IELTS ലിസണിങ് ടെസ്റ്റിന് ഓഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിയാൽ അതൊരു 28-29 മിനിറ്റ് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇടയിൽ നിങ്ങൾക്ക് സമയം തരും. റീഡ് ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഫോർ ദ നെക്സ്റ്റ് 30 സെക്കൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്ക് സമയം കിട്ടും. അല്ലാതെ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഇല്ല. അപ്പോൾ പലപ്പോഴും നമുക്കൊരു 15-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോയി തുടങ്ങും. ആ സമയത്താണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ നോട്ട് ടേക്കിംഗ്, അതായത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാൻ പറയുമ്പോൾ അതിലെ കീ വേർഡുകൾ എന്താണെന്ന് നോക്കി എപ്പോഴും ചെറുതായിട്ട് നോട്ട്സ് ചെയ്തെടുക്കാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇഫക്റ്റീവ് നോട്ട് ടേക്കിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എപ്പോഴും ഒത്തൻറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒത്തൻറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നതിന് ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്. IELTS പോഡ്കാസ്റ്റ് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IDPയുടെ പോഡ്കാസ്റ്റ് കിട്ടും. ഒരുപാട് പോഡ്കാസ്റ്റുകളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഒത്തൻറ്റിക് മെറ്റീരിയൽ കിട്ടും. ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ടൈമാണ്. ഇതിൻ്റെ ഒരു പ്രാക്ടീസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു 25-26 ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. പക്ഷേ അവസാനത്തെ 14 എണ്ണം വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആവുന്നത്. നമ്മൾ ടയേർഡും ആയിട്ടുണ്ടാവും, പിന്നെ ഇത് ഡിഫിക്കൽട്ടായും വരും. ആ സമയത്താണ് നമുക്ക് ചിലപ്പോൾ ഗസ്സിങ് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു ചോദ്യം നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരും, ഇൻഡയറക്റ്റ് പാരഫ്രൈസിങ് ആയിരിക്കും. അതൊക്കെ വരുമ്പോൾ നമ്മൾ പതറാതെ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ടൈം ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇനി അതാണ് 5 കാര്യങ്ങളാണ് നമുക്ക് ലിസണിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ദാറ്റ് നോ യുവർ ക്വസ്റ്റ്യൻസ് ബിഫോർ യു റൈറ്റ്, ഫെമിലറൈസ് വിത്ത് 4 ആക്സെൻറ്റ്സ്, ലേൺ ഇഫക്റ്റീവ് നോട്ട് ടേക്കിംഗ് സ്ട്രാറ്റജീസ്, പ്രാക്ടീസ് വിത്ത് ഒത്തൻറ്റിക് മെറ്റീരിയൽസ് ആൻഡ് ലേൺ ടു മാനേജ് യുവർ ടൈം വൈസ്ലി. ഇനി റീഡിംഗ് ആണ് വരുന്നത്. റീഡിംഗ് എന്ന് പറയുന്നത് വല്ലാതെ വെല്ലുവിളി നേരിടുന്ന ഒരു സെഷനാണ്. അത് ആരോടും നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ. കാരണം നിങ്ങൾ അക്കാഡമിക്കാണ് ഇരുന്നെങ്കിൽ ഒരു 3750 വേർഡ്സ് വായിച്ചു നോക്കിയിട്ടാണ് 40 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്.
ഇനി ജനറൽ ട്രെയിനിങ് ആണെങ്കിലോ ഇതേപോലെ ഒരു 3000-ലധികം വാക്കുകൾ വായിച്ച് നോക്കേണ്ടി വരും. നോർമലി ഇറ്റ്സ് വെരി ചാലഞ്ചിങ്. വായിക്കുന്നതിനല്ല, ഉത്തരം കണ്ടെത്താനാണ് ചലഞ്ച് വരുന്നത്. അപ്പോൾ ആദ്യം അവിടെയും എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞൊരു ടിപ്പാണ്, ക്വസ്റ്റ്യൻസ് ടൈപ്പ് അറിഞ്ഞിരിക്കണം. ഏത് തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്കതിന് ഉത്തരം എഴുതാൻ സൗകര്യമുണ്ടാവും. 2, നമുക്കറിയാമല്ലോ, നമുക്കതിൽ ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻ്റ് ആണ് വേണ്ടത്. പെട്ടെന്നൊന്ന് നമ്മുടെ ഹെഡിങ്, സബ് ടൈറ്റിലൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ആദ്യത്തെ വരികൾ പാരഗ്രാഫിൻ്റെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ധാരണ കിട്ടും. അതിനാണ് നമ്മൾ സ്കിം ആൻഡ് സ്കാൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഇത് പല കേസിലും ഡിബേറ്റബിൾ ആണ്. ചിലവർ പറയും ചോദ്യം വായിച്ചു നോക്കിയിട്ട് ടെക്സ്റ്റ് വായിക്കാൻ, ചിലർ പറയും ടെക്സ്റ്റ് വായിച്ചിട്ട് ചോദ്യം വായിക്കാൻ. പേഴ്സണൽ എക്സാമ്പിളിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ചോദ്യം വായിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. കാരണം വൺസ് യു റീഡ് ദ ക്വസ്റ്റ്യൻസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഹാവ് ടു ലുക്ക് ഫോർ. അതർവൈസ് ഇത് മുഴുവൻ വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ certainly you will have to go back. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നല്ലതാണ്. ദെൻ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ഐ told you, you have to be very precise with time. If നിങ്ങൾക്കറിയാലോ, as it goes on the last passages will be difficult, so please be on that. Then റീഡിങ് നമുക്കിതൊരു സ്കില്ലാണല്ലോ. ഏത് സ്കില്ലും നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഇറ്റ് ഈസ് ത്രൂ പ്രാക്ടീസ്. അപ്പോൾ സ്പീഡ് പ്രാക്ടീസിങ്, അതായത് സ്പീഡായിട്ട് റീഡിങ് പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്, നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഒരു സ്റ്റോപ്പ് വാച്ചിൽ ടൈം ഓൺ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വായിക്കുക, 1, 2, 3 പേജ്. അതിനുശേഷം സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ എത്ര വേർഡ്സ് അതിനുള്ളിൽ വായിച്ചു എന്ന് എണ്ണി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവറേജ് സ്പീഡ് കിട്ടും. ഇതൊരു 2-3 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഒരു ആവറേജ് റീഡിങ് സ്പീഡ് എന്ന് പറയുന്നത് മിനിമം ഒരു 350 to 400 വേർഡ്സ് എങ്കിലും വേണം IELTS പരീക്ഷയ്ക്ക്. ടു ബി ഓണസ്റ്റ്, നിങ്ങൾക്കത് 150-160 അടുത്തേ ഉണ്ടാവുള്ളൂ. അത് നോർമൽ സ്റ്റാൻഡേർഡാണ് കേരളത്തിലെ. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് ഇമ്പ്രൂവ് ചെയ്യാതെ കഴിയില്ല. പിന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ അവസാനം കിട്ടിയില്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഗസ് നടന്ന നല്ലതാണ്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ. ഇനി അപ്പോൾ 5 ടിപ്സ് എന്താണ്? ലേൺ ദ ക്വസ്റ്റ്യൻസ് ബിഫോർ യു ഗോ ടു ദ എക്സാം. ഏതൊക്കെ തരം ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ദെൻ ലേൺ സ്കിം ആൻഡ് സ്കാൻ ടെക്നിക്. ഫോക്കസ് ഓൺ കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ എന്താണ് വരുന്നത്, അതിലാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടീസ് ആക്റ്റീവ് റീഡിങ്. ആൻഡ് ഫൈനലി ഗസ് സ്ട്രാറ്റജിക്കലി. ഇനി റൈറ്റിങ്ങിലേക്ക് നമുക്ക് വരാം. റൈറ്റിങ്ങിൻ്റെ 5 ടിപ്പുകൾ എന്താണെന്നുള്ളതാണ്. റൈറ്റിങ്ങിൽ നമുക്ക് പൊതുവേ അറിയാം, ജനറൽ ആണെങ്കിലും ആക്കഡമിക് ആണെങ്കിലും എന്ത് തരം ചോദ്യമാണ് വരുന്നത്. 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത്. 1 മണിക്കൂറിലാണ് എഴുതേണ്ടത്. അത് ആദ്യത്തേതിന് 20-ഉം രണ്ടാമത്തേതിന് 40 മിനിറ്റുമാണെന്ന് എല്ലാം നമുക്കറിയാം. റൈറ്റിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലാനിങ്ങിന് ഒരു 2-3 മിനിറ്റ് സമയം കണ്ടെത്തണമെന്നുള്ളതാണ്. കാരണം ഒരു ചോദ്യം വായിച്ചാൽ അതെന്താണ് എന്നുള്ളത് ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുക, ഒന്ന് ഓർഡർ ചെയ്യുക ആ തോട്ട്സ്. അതിനുശേഷം എന്തൊക്കെ പാരഗ്രാഫ് സ്ട്രക്ചർ വേണമെന്ന് തീരുമാനിക്കുക. ഇതിന് ശേഷം എഴുതാൻ തുടങ്ങുന്നതാണ് നല്ലത്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഒരേ ലെങ്ത് ഓഫ് സെൻറ്റൻസ് എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക, സെൻറ്റൻസിൽ നീട്ടം കൂട്ടിയും കുറച്ചും ചെയ്യുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടും. ഇവിടെയാണ് വെക്കാബുലറി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് വെക്കാബുലറി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ IELTS വെക്കാബുലറി ഉണ്ട്, 10 ഏരിയയിൽ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ നിന്നും കുറച്ച് വാക്കുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഭയങ്കര വേർഡ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരേ വാക്കുകൾ ഒഴിവാക്കുന്നത് നമുക്ക്. തേർഡ് വൺ ഈസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻ എന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞ് പീഡിപ്പിക്കുന്നൊരു കാര്യമാണ്. ഗ്രാമർ ഉണ്ടോ ഇല്ലയോ എന്നറിയാനായി ഒരു ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലുമായിട്ട് അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പങ്ക്ച്വേഷനും പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. ദെൻ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ഐ ടോൾഡ് യു, ഫസ്റ്റ് വൺ യു ഹാവ് ടു സ്റ്റോപ്പ് വിത്തിൻ റൈറ്റിംഗ് 20 minutes ആൻഡ് ദ സെക്കൻഡ് വൺ ഇൻ 40 minutes. അപ്പോൾ പ്ലാൻ ചെയ്യണം, സെൻറ്റൻസിൻ്റെ ലെങ്ത് വാരി ചെയ്യണം, വൊക്കാബുലറി യൂസ് ചെയ്യണം എഫക്റ്റീവായി, ഗ്രാമർ പരമാവധി തെറ്റ് ഒഴിവാക്കണം, പങ്ക്ച്വേഷൻസ്, കുത്ത്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക് ഇതെല്ലാം ഇടണം. പിന്നെ സമയവും കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഇനി സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഭയമുള്ളൊരു സംഭവമാണ്. കാരണം നോർമലി ഈവൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പോലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നെർവസ് ആവുന്നതാണ്. പേഴ്സണൽ എക്സാമ്പിൾ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമിനറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നെർവസ് ആവും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്പീക്കിംഗ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പഴയൊരു ഇത് പോയിട്ടുണ്ടാവും. പിന്നെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നാച്ചുറലി നമ്മൾ അൺകംഫർട്ടബിൾ ആക്കാനുള്ള എല്ലാം അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ആകെ ഒരു രക്ഷ എന്ന് പറയുന്നത് പ്രാക്ടീസ് റെഗുലർലി എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങളുടെ IELTSുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായി പ്രാക്ടീസ് ചെയ്യുക. അവിടെ നാണിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ സൈക്കിൾ ഓട്ടാൻ പഠിക്കണം എന്ന് കരുതുക. അതിൽ നിന്ന് സൈക്കിളിൽ നിന്ന് വീണാൽ നിങ്ങൾ ആരെങ്കിലും കളിയാക്കുമോ?
നോർമലി നമ്മൾ കളിയാക്കില്ല. കാരണം എന്താണ്? യു ആർ ലേണിംഗ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി ആരുമില്ലെങ്കിൽ സെൽഫ് റെക്കോർഡ് ചെയ്ത് എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. അത് ഞാൻ ഒരു എല്ലാ സ്പീക്കിംഗ് വീഡിയോസിലും പറയാറുണ്ട്. റെക്കോർഡ് യുവർ സെൽഫ് ആൻഡ് പ്ലേ ഇറ്റ് ബാക്ക്. You will learn your own mistakes and you can improve. Then another thing is that you have to be careful while using as and all. ഇതിൻ്റെ ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറയുന്നത് ആ സ്ഥലങ്ങളിൽ ഒന്ന് പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പോസ് ആൻഡ് ടേക്ക് എ സ്മോൾ ബ്രീത്ത്, യു ക്യാൻ തിങ്ക് ആൻഡ് യു വിൽ അപ്പിയർ സീരിയസ്. ഫോർ എക്സാമ്പിൾ, യുവർ എക്സാമ്പിൾ ആസ്ക്സ് യു, ഡു യു ലിവ് ഇൻ എ സ്മോൾ ടൗൺ ഓർ എ ലാർജ് സിറ്റി? Instead of suddenly answering, take a 2 breaths. For example, if you are my examiner, I will say, that's a very good question. Thank you for asking. I live in a city. എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ ഐ ടേക്ക് വാട്ട് യു മേ കോൾ പോസസ്. അത് പേർപ്പസ്ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പൊതുവേ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ വേഗത്തിലാണ്. ഈ തെറ്റ് ഏറ്റവും കൂടുതൽ വരുത്തിയിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ്. എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, സ്പീഡ് ഈക്വൽസ് ഫ്ലുവൻസി. അത് പ്രാക്ടീസ് കൊണ്ട് എനിക്ക് നല്ല മെൻറ്റേഴ്സ് കിട്ടിയത് കൊണ്ട് സമീപകാലത്ത് ദേ ടോൾഡ് മീ ദാറ്റ് പ്രദീപ് യു ഹാവ് ടു റെഡ്യൂസ് യുവർ സ്പീഡ്. അങ്ങനെയാണ് ഞാൻ തന്നെ അത് മാസ്റ്റർ ചെയ്തത്. ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല. ഐ എം ലേണിംഗ് ഇറ്റ്. സോ വാട്ട് ഐ എം സേയിങ് ഈസ് ദാറ്റ് ബി സ്ലോ, ഡോണ്ട് റഷ്. ഓക്കെ. ദെൻ റെസ്പോണ്ട് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ടു ക്വസ്റ്റ്യൻ. എപ്പോഴും ഒരു റൗണ്ട് അബൌട്ട് വേയിൽ പോകാതെ ചോദ്യം എന്താണെന്ന് കേൾക്കുക, ഡൈജസ്റ്റ് ചെയ്യുക, തിങ്ക് ചെയ്യുക, എന്നിട്ട് അതിന് മറുപടി പറയുക. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു സിമുലേറ്റ് റിയൽ എക്സാം കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ കുറച്ച് ചോദ്യങ്ങളെടുത്ത് ചോദിക്കാൻ പറയുക. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ചില ആപ്സും ഉണ്ട്, അത് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ക്രേസി ടിപ്പ് എന്ന് പറയുന്നത്, ഇത്ര നേരം നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ അതിന് കൂടി യോഗ്യനാണ്. ദാറ്റ് ഈസ് യു ഡിസേർവ് ഇറ്റ്. ചില വാക്കുകളൊക്കെ മലയാളത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇതാവും. വിച്ച് ഈസ് വെരി സിമ്പിൾ. ഈസ് എൻജോയ് ദ പ്രോസസ്സ് എന്നുള്ളതാണ്. ബിക്കോസ് ലേണിംഗ് ഷുഡ് ബി ഫൺ. നിങ്ങൾ എന്ന് ലേണിംഗ് ടെൻഷൻ ആകുന്നു അന്ന് എന്ത് പറ്റും? വി വിൽ ഗെറ്റ് സ്ട്രെസ്ഡ് ആൻഡ് ലൂസ് ഓഫ് ഫോക്കസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, വാട്ട് എവർ വി ഡു, when we enjoy it, we learn it more. കുട്ടികൾ കണ്ടിട്ടില്ലേ? when they play, they learn more. Similarly, you can achieve it because വളരെ കുറച്ച് പേരെ ആ ധൈര്യം കാണിക്കാറുള്ളൂ പുറത്തു പോകാനും അവിടെ വർക്ക് ചെയ്യാനും. ആ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്, IELTSലൂടെ നേടാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. If you have any doubts, please do comment. If you are interested to join my coaching, please look in the description. My website address is there. Otherwise, I'll see you in another video. Until then, take care. Bye-bye. This is Pradeep Hariharan signing off.